ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ മേടൻ രാശിക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന മേടപ്പോറ് അഥവാ മേടരാശി എന്നിവയ്ക്ക് രണ്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബുധനും രണ്ടിൽ സഞ്ചരിച്ചിരിക്കുന്ന വ്യാഴവും ചൊവ്വയും, നാലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, അഞ്ചിൽ ബുധനും ശുക്രനും, ആറിൽ കേതു, 11-ൽ വ്യാഴം. വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം രണ്ട് ഗ്രഹങ്ങൾ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സഞ്ചാരപഥത്തിലാണ് സഞ്ചരിക്കുന്നത്. ലാഭസ്ഥാനത്ത് ശനിയും, ധനസ്ഥാനത്ത് രാശ്യാധിപനോടുകൂടി തന്നെ ചേർന്ന് നിൽക്കുന്ന ചൊവ്വയും വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ്. ധനലാഭവർദ്ധനവേനാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ധനം വന്ന് ചേരുവാനുള്ള സാധ്യത, കൊടുത്ത പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത, ഭാഗ്യവശത്താൽ ധനം വന്ന് ചേരുവാനുള്ള ഭാഗ്യവശത്താൽ ധനം വന്ന് ചേരുമെന്ന് വെച്ച് പറഞ്ഞാൽ ലോട്ടറി അങ്ങനെയുള്ള ഭാഗ്യങ്ങൾ, കുറി, ചിട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ദേഹം ആരോഗ്യ പുഷ്ടികൾ ഉണ്ടാവും. ആരോഗ്യത്തിന് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു ഇതായിരിക്കും. ആരോഗ്യം സംരക്ഷിക്കുന്നവരാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു കൂടുതൽ ഇതിലുണ്ടാവും. എക്സസൈസ് കാര്യങ്ങൾ മറ്റുള്ളതും അതുപോലെ ജിംനാസ്റ്റം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദേഹപുഷ്ടി, വെരിഞ്ഞ ശരീരമാണെങ്കിൽ ദേഹപുഷ്ടി എല്ലാം വന്നു ചേരുവാനുള്ള സാധ്യതയും, പോഷക വസ്തുക്കളുടെ ഉപയോഗം കൂടുതൽ കൂട്ടുവാനുള്ള അവനവനെ തോന്നും, അത് വേണം എന്നുള്ളത് തോന്നും. അങ്ങനെയുള്ളത് ഒരുപാട് തടിയുള്ളവരാണെങ്കിൽ അതെല്ലാം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി നിലനിൽക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടന്നു വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ധന അഭിവൃദ്ധിയും ഐശ്വര്യവും അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനം പറഞ്ഞു വിചാരിക്കാതെ പണം വരിക എന്നുള്ളത് പറഞ്ഞത്. നമ്മൾ വിചാരിക്കാതെ നാളേക്ക് ചിലപ്പോൾ പണം കിട്ടുവാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, പക്ഷെ പെട്ടെന്ന് കിട്ടും എന്ന് പറയുന്നത്. അതാണ് അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനയോഗം ഉണ്ട്. അപ്രതീക്ഷിതപരമായിട്ട് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാവുക, തൊഴിലിൽ നിന്നും പ്രമോഷനുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കെല്ലാം വളരെ സാഹചര്യങ്ങൾ ഒത്തുവരുന്ന സമയമാണ് കാണുന്നത്. വിദേശത്തേക്ക് പുറപ്പെടാൻ തയ്യാറായിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കാര്യസാധ്യത ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകളെല്ലാം തുടങ്ങി വയ്ക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ ബിസിനസ്സുകളെ പറ്റി ചിന്തിക്കുന്നതും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പുതിയ മേഖലകൾ പ്രവർത്തിക്കുന്നതിനും വളരെ ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അംഗീകാരങ്ങൾ കിട്ടുവാനും സ്ഥാനമാന പദവികൾ കിട്ടുവാനും, ഗവൺമെൻറ് ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനുകൾ കിട്ടുവാനും, സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവിധ ഉദ്യോഗസ്ഥന്മാർക്കും സ്ഥാനമാന പദവികൾ അർഹതപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിലിൽ മനസമാധാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വൻകിട നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ പൊതുവെ പറയുകയാണെങ്കിൽ സ്വർണ്ണാഭരണ മേഖലയിൽപ്പെട്ടിരിക്കുന്ന, രത്ന മേഖലയിൽപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആയുധ മേഖലയിൽപ്പെട്ടിരിക്കുന്ന, വാഹന മേഖലയിൽപ്പെട്ടിരിക്കുന്ന, അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള, സ്റ്റീൽ സംബന്ധമായിട്ടുള്ള, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കാരണം ഈ മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള, മെഷീൻ്റെ സംബന്ധമായിട്ടുള്ള കാരകനായിട്ടുള്ള ശനി 11-ൽ നിൽക്കുകയും ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും വാക്കിൻ്റെയും കാരകനായിട്ടുള്ള ഗ്രഹം 2-ാം ഭാവത്ത് നിൽക്കുന്നതും വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. രണ്ടും കൂടി ഒത്തുവരുവാനുള്ള സാധ്യത വളരെ ചുരുക്കത്തിൽ വരുള്ളൂ. അത് വന്നിരിക്കുകയാണ് ഈ മേടൻ രാശിക്കാർക്ക്. അത് കാരണം തന്നെ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഗുണഫലങ്ങൾ പറഞ്ഞാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ധനപ്രവൃത്തി, ധനാഭിവൃദ്ധി, ഭൂമി നല്ല വിലയ്ക്ക് വിൽക്കുക, ഭൂമി ചുടു വിലയ്ക്ക് വാങ്ങിക്കുക, ഭവന നിർമ്മാണം പൂർത്തീകരിക്കുക, സന്താനങ്ങളുടെ വിവാഹങ്ങൾ നടത്തി വയ്ക്കുക, പുതിയ ജോലിയിൽ പ്രവേശിക്കുക, അതുപോലെ ദൂരദേശ യാത്രകൾ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവുക, ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാവുക, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും സ്ഥാനമാന ലബ്ധികളും, അവർക്ക് പ്രവർത്തന മേഖലയിൽ വളരെ താല്പര്യങ്ങളും ജനസമ്പർക്കങ്ങളും കൂടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാർക്ക് ചുരുങ്ങിയ ചെലവിൽ സിനിമയെടുത്ത് വലിയ ലെവലിൽ വിജയിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ കലാകാരന്മാർക്കെല്ലാം തിളങ്ങി വരുവാനും കയറി വരുവാനും, പുതിയ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ക്യാമറാമാന്മാരാണെങ്കിലും റൈറ്റർമാരാണെങ്കിലും അവർക്ക് പുതിയ
ചാൻസുകളെല്ലാം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. കടബാധയിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധനം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കിട്ടുവാനുള്ള ധനങ്ങൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹങ്ങൾ നടന്നു പോകാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വിവാഹങ്ങൾ കഴിഞ്ഞിട്ടും കുറേ കാലങ്ങളായി സന്താനങ്ങളില്ലാതെ ഇരിക്കുന്നവർക്കെല്ലാം സന്താന ലബ്ധി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സന്താന ഭാഗ്യം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് നമ്മൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ മക്കളുടെ ഐശ്വര്യ അഭിവൃദ്ധിയും കണ്ട് മനസ്സിന് സന്തോഷം പോകാനും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും വേണ്ടിയുള്ള മാതാപിതാക്കൾക്കാണെങ്കിൽ അവർക്കത് സൗകര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതുപോലൊരു സമയം ചിലപ്പോൾ പിന്നീട് കിട്ടിയത് വരില്ല. അത് കാരണം തന്നെ മേടൻ രാശിക്കാർക്ക് ഈ അനുഭവങ്ങളൊന്നും അനുഭവത്തിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം. എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും അയച്ചു തരികയാണെങ്കിൽ ജാതകം കൂടി പരിശോധിച്ചിട്ട് അതിനുള്ള പരിഹാരങ്ങൾ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഗുണാനുഭവങ്ങൾ വന്നിരിക്കണം. ജാതകത്തിൽ ദോഷഫലങ്ങൾ നടക്കുകയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരാതിരിക്കും. കുറച്ചെങ്കിലും വന്നിരിക്കും, പക്ഷെ പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരാതിരിക്കണമെങ്കിൽ ജാതകത്തിൽ ദോഷ സമയമായിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ചാരവസാൽ എന്തായാലും ചാരവസാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തിലൂടെയുള്ള അതാണ് ചാരവസാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ചാരവസാൽ അനുകൂല ഭാവത്തിൽ ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിപ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുകൂലപരമായിട്ടുള്ള മനോഭാവപരമായിട്ടുള്ള അല്ലെങ്കിൽ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിൽ ഭയങ്കര പുരോഗതി ഉണ്ടാവും. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കും. ഗുരുക്കന്മാരിൽ നിന്നും അനുഗ്രഹം കിട്ടും. അതുപോലെ തന്നെ സമ്മാനർഹത്തിനെല്ലാം പാത്രമാകും. അതുപോലെ ഗവേഷണങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ നേട്ടങ്ങളുണ്ടാവും. പുതിയ ഗവേഷണ മേഖലയിൽ വിജയിച്ച സാധ്യത ഉണ്ടാവും. പുതിയ മരുന്നുകൾ മെഡിസിൻ കണ്ടുപിടിക്കാനുള്ള അവസ്ഥയെല്ലാം ഈ രാശിയിൽപ്പെട്ടവർക്കുണ്ടാവും. അലോപ്പതിയിലും ആയുർവേദത്തിലാണെങ്കിലും നല്ല മുന്നേറ്റമാണ് കാണുന്നത്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടും ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ളതും ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഗുണകരമായിട്ടാണ് കാണുന്നത്. PSC ലിസ്റ്റിൽ കിടക്കുന്ന കുറേ കാലമായി കിടന്നിട്ട് അത് നമ്മൾ കയ്യിലെത്താതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ അത് കയ്യിലെത്തുവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ദോഷവശം എന്ന് പറയുന്നതിൽ അധികം എടുത്തു പറയത്തക്ക ഒരു ചാൻസ് കാണുന്നില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഈ കൂടുതൽ അനുഭവയോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്ന പോലീസ്, മിലിറ്ററി, അതുപോലെ തന്നെ നാവികസേന, വ്യോമസേന, കരസേന, എയർപോർട്ട് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് തരപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിൽ പുതിയ മേഖലയിൽ അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാനോ വിദേശ ജോലി ലഭിക്കുവാനോ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ള അർഹതയുണ്ട്. അങ്ങനെയുള്ളൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മേടൻ രാശി പുറത്തവർക്ക് പറയാറുള്ളത്. ഈ അനുഭവം നിങ്ങൾ ശരിക്കും ജീവിതത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ കൊണ്ടുവരണം എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള സംഭവങ്ങളാണത്. ഗവൺമെൻറ് ജോലിക്കായി പ്രവർത്തിക്കുന്നവർക്കും ശ്രമിക്കുന്നവർക്കും അതിൽ മുന്നേറ്റം കാണുവാനുള്ള സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹമുള്ളൊരു സമയം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഇവർക്ക് ശുഭഫലങ്ങൾ വരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. നമസ്കാരം.